Hey, all my beautiful souls, welcome back to my channel. So, this is again, നമ്മൾ ലാസ്റ്റ് 2 വീഡിയോ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേര് അറിയപ്പെടുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ പേർപ്പസിലേക്ക് എൻറ്റർ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യാനുള്ള ചില കാര്യങ്ങളും ഗൈഡൻസും മെസ്സേജ് ആയിരുന്നു നമ്മൾ കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, സോ നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ സർവീസ്, നിങ്ങൾ അങ്ങനെ അറിയപ്പെടേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഓവർകം ചെയ്യുന്ന ചാലഞ്ചൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്പയർ ആവേണ്ട കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മേ ബി നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ പോകുന്ന ലൈഫ് ചാലഞ്ചും ഇൻസ്പയർ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾക്ക് അവിടെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരു പേർപ്പസിലേക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സ്പെഷ്യലി ഈ സമയം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലി നിങ്ങളുടെ ഒരു മേജർ പേർപ്പസിലേക്ക് കൊണ്ടുവരാനാണ്, ലീഡ് ചെയ്യാനാണ് നിങ്ങളെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾ, പങ്കുവെക്കുന്ന കാര്യങ്ങൾ, സ്പെഷ്യലി ഈ കാര്യങ്ങൾ നിങ്ങൾ ആരുടെ അടുത്തുനിന്നാണോ വാങ്ങിക്കുന്നത്, ആരുമായിട്ടാണോ പങ്കുവെക്കുന്നത്, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സമയം നിങ്ങളെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി. സ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേജർ ലൈഫ് പർപ്പസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, ലൈഫ് ഇങ്ങനെയല്ല നിങ്ങൾ പോവേണ്ടത് എന്നുള്ളത്. ഈവൻ നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് എവിടേക്കോ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, അല്ലെ? ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. സോ ഈ കാര്യങ്ങൾ, ഒന്ന് ഭക്ഷണം, 2 മൈഥുനം. എന്താണ് മൈഥുനം? സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ആരുമായിട്ടാണോ നിങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ എൻഗേജ്ഡ് ആവുന്നത് എന്നുള്ളത്. സോ എങ്ങനെയാണ് ഭക്ഷണം ഇൻവോൾവ് ആവുന്നത്? സോ അഗെയിൻ നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്പെഷ്യലി ആരാണ് നമുക്ക് ഭക്ഷണം തരുന്നത് എന്നുള്ളത്. ഓക്കെ, ആരും വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ കാണുന്നതല്ല, പക്ഷേ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കുന്നത്? നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളതല്ല. മെയിൻലി നിങ്ങൾ ഡെയിലി കണക്ട് ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വീട്ടിൽ നിന്നായിട്ട് ആരെങ്കിലും ഒക്കെ ഭക്ഷണങ്ങൾ കൊണ്ടു തരുന്നുണ്ടായിരിക്കും. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്, സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യണം, അല്ലെ? അതിലൊരു തെറ്റുമില്ല. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആരുടെ അടുത്തുനിന്നാണോ നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കുന്നത്, അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എനർജറ്റിക്കലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരുടെ ഭക്ഷണങ്ങളും നിങ്ങൾ വാങ്ങിച്ചു കഴിക്കാതിരിക്കുക. ഓക്കെ, ഐ എം നോട്ട് ടെല്ലിങ് ഭക്ഷണം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും പറയുന്നില്ല. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പറയുമല്ലോ, നമ്മൾ ആരുടെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു ഐഡിയാസ്, അവരുടെ എനർജി നമ്മൾ ഷെയർ ചെയ്യും, ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. സോ ഭക്ഷണങ്ങളും ഇതുപോലത്തെ മേജർ ആയിട്ടുള്ള റോള് ചെയ്യുന്നുണ്ട്. സോ ആരാണോ വേറെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കാം, ആ വീട്ടിലൊരു അന്തരീക്ഷം എങ്ങനെയാണ്, ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ കുറച്ച് സമയത്തേക്ക്, ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല, കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ സെക്ഷൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത്, സോ നിങ്ങൾക്ക് അതുപോലത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നത്തിങ് റോങ്. ബട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകള്, നിങ്ങൾ സെക്ഷലി പങ്കുവെക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെ? സോ അവരുടെ ഒരു സെക്ഷൽ ഹാബിറ്റ് എങ്ങനെയാണ്? മേ ബി അവര് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഹാബിറ്റിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. ചില ആളുകൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം. ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടത്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ സിറ്റുവേഷനിലേക്ക് വരേണ്ട ആളുകളാണ്. നിങ്ങളുടെ ഒരു ഓത്തന്റിക് ലെവലിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മേജർ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേര് അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം സാക്രൽ എനർജി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അതാണ്. നിങ്ങളുടെ സെക്ഷൽ ഹാബിറ്റ്സ് ആയിരിക്കും. എല്ലാവർക്കും സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ സെക്ഷൽ ഹാബിറ്റ് ആയിരിക്കാം. സോ അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് എനർജറ്റിക്കലി ഡ്രെയിൻഡ് ആക്കുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഒരുപാട് കയോട്ടിക് ആയിട്ട് വെക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കി, ഒരുപാട് ഡ്രെയിൻഡ് ആക്കി
ഉണ്ടാക്കി വെക്കുന്ന ചില ഹാബിറ്റ്സ് ആയിരിക്കാം. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക എങ്ങനത്തെ ആളുകളുമായിട്ടാണോ നിങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. സി അഗെയിൻ ഇത് ചില ആളുകൾക്ക് മാത്രമുള്ള ഒരു മെസ്സേജ് ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. അതായത് നിങ്ങൾ ചില കണക്ഷൻസിന്റെ പേരിലോ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ പ്രോബബ്ലി ഡീൽ ചെയ്യുന്നത് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കണം. സോ അവിടെ നിങ്ങൾ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രോബബ്ലി ഈ സമയം ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ എല്ലാവർക്കും ഒരു മെസ്സേജ് എന്നുള്ളതല്ല, റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. സ്പെഷ്യലി ലൈക്ക് യു ഫീൽ ലൈക്ക് നിങ്ങളുടെ ലൈഫിലൊരു മേജർ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് അങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങള്, സ്പെഷ്യലി രണ്ടാമത്തെ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, ഐ നോ ലൈക്ക് നിങ്ങൾ ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ഒരു റിയൽ കംപാക്ക് എന്ന് പറയുന്നത് അല്ലെ, പുറത്തേക്ക് വരികയാണ്, ലോകം കാണാണ്. എന്താണ് ഈ ലോകം കാണാന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാണ്. ഇത്ര കാലമായിട്ട് നിങ്ങൾ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തേക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ, വളരെ ഹെൽപ്ലെസ് ആയിട്ടൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ലൈഫിൽ പ്രശ്നങ്ങൾ എന്നുള്ളതല്ല, ചില ആളുകൾക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ളൊരു സ്ട്രഗിൾ ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. ആൻഡ് ഫൈനലി നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരുന്നുണ്ട്, ഒരു റിയൽ ഇൻസ്പയറിംഗ് കംപാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ. ഓൾറൈറ്റ്, സോ അവിടെ ചില ആളുകൾ നിങ്ങളുടെ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സി ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇത് നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇഫ് യു തിങ്ക് ലൈക്ക് നിങ്ങളൊരു മിഡ് ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, 40+, 50+ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏജോ ടൈമോ ഓർ നിങ്ങൾ എന്താണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്, നിങ്ങൾ ബൗണ്ടറി ആയിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊന്നും നിങ്ങൾ ബൗണ്ടറി ആയിട്ട് വെക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, സോ അങ്ങനത്തെ ആളുകൾ കുറച്ചുകൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കംപാക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബോൾഡ്, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ചില മാറ്റങ്ങൾ, മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾ ചില മേജർ ആക്ഷൻസ് എടുക്കുന്നതായിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം. യാത്ര ചെയ്യുന്നത് നിങ്ങൾ വേറെ പ്ലേസിലേക്ക് പോവാന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ എവിടെയാണോ പകുതി വെച്ച് നിന്നിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ജേർണി ഉണ്ടായിരിക്കാം, അല്ലെ നിങ്ങളുടെ സോളിന്റെ ഒരു ജേർണി ഉണ്ടായിരിക്കണം. സോ അവിടെയാണ് നിങ്ങൾ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ സോൾ വീണ്ടും യാത്ര ചെയ്യാണ്. ഓ മൈ ഗോഡ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലെ. ആ ഒരു വാക്ക് എത്ര പവർഫുൾ ആണ്, ആ വാക്ക് എത്ര ബ്യൂട്ടിഫുൾ ആണ്. സോ ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ സൈക്കിക് മെസ്സേജ് ഫോർ യു. നിങ്ങളുടെ സോളിന്റെ ജേർണി എവിടെ നിന്ന് പോയോ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിയൽ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ റിയൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വീണ്ടും നിങ്ങൾ കുറെ കാലമായിട്ട് ഒരു പ്ലേസിൽ അടക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ഫ്രീഡം ഇല്ലാത്തൊരു പ്ലേസിൽ നിന്നിട്ട് പിന്നെ അവിടുന്ന് നിങ്ങൾ ഇറക്കി വിടുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ റിയൽ ആയിട്ട് നിങ്ങളുടെ സോൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ് ജേർണിയാണ്. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക ചില ആളുകളെ നിങ്ങളെ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ ഈ സമയത്തായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പുതിയ ആളുകളുമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേർപ്പസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ പാഷന്റെ ജോബിന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ അത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ പുതിയ ആളുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ ഈ സമയം അവൈലബിൾ ആയിട്ടുള്ളത് ടു ഇൻസ്പയർ, നിങ്ങൾക്ക്
ചില സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഇന്ന കാര്യങ്ങൾ എന്റെ ലൈഫിലില്ല, അങ്ങനത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ട. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമോ അവിടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, സി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മേജർ ഫംഗ്ഷന് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മേ ബി അതിനു വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ വെയർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നിങ്ങൾ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞതല്ല, ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില ആളുകൾക്ക് അതുപോലുള്ള ചില ജേർണികൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ചില ആളുകൾക്ക്. അത് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലായിരിക്കാം, നിങ്ങളുടെ പേർപ്പസിൽ നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്ന ചില കണക്ഷനോ ചില ആളുകളോ ചില സൗഹൃദങ്ങളോ. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സൗഹൃദം ഉണ്ടാവുന്നത് വിത്ത് ഡിവൈൻ. ഓക്കെ, സോ യൂണിവേഴ്സുമായി അല്ലെങ്കിൽ ചില നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന, നേച്ചറിൽ നിന്നുള്ള ചില പവറുമായിട്ടായിരിക്കാം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു ജേർണിയിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഈ ജേർണിയിൽ ഭാഗമാവുന്ന ഒരാൾ കൂടെ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് വ്യക്തികളായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ ഈ സമയം കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ സ്കില്ലായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് മേ ബി ചില ആളുകൾ നിങ്ങളുടെ ഒരു ലൈഫ് പേർപ്പസ്, നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ എന്തിനാണ് നിങ്ങൾ സോളിറ്റ്യൂഡ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പേര് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത്, അല്ലെ? നിങ്ങളുടെ പേര് അറിയപ്പെടുന്നുണ്ട്. സോ അത് അറിയപ്പെടാൻ ചില ആളുകൾക്ക് എന്താണ്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് ആണ്, നിങ്ങളുടെ എന്തോ ഒരു സർവീസ് ആണ്. അതാണ് നിങ്ങളുടെ ഇതുപോലത്തെ ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേർപ്പസ്, ലൈഫ് പേർപ്പസ്, സോൾ, ഇന്റൻഷൻ, അതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈ ഒരു ടൈമില്. അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പാർട്ട്ണർ. അതിനോടാണ് നിങ്ങൾക്ക് റൊമാൻസ് ഉണ്ടാവുന്നത്, അതിനോടാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം, അതും നമ്മളുമായിട്ട് ഡെയിലി നമ്മൾ വർക്ക് ചെയ്യുക, അത് നമ്മളൊരു ഹാബിറ്റ് ആക്കി അത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്താണ് നിങ്ങൾക്കത് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് അവിടെ ഒരുപാട് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാം. സോ എല്ലാവർക്കും അത് ലവ് റൊമാൻറ്റിക് ലൈഫ് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അത് നാച്ചുറലി നിങ്ങളുടെ ലൈഫ് അത് തരുന്നുണ്ടെങ്കിൽ, യെസ്, വർക്ക് വിത്ത് ദാറ്റ്. അത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓൾറൈറ്റ്, സോ ഈ ഒരു മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ കണക്ഷൻസ് തോന്നിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. പ്രോബബ്ലി അവിടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ടാവില്ല. സോ ഇങ്ങനെയാണല്ലോ കാര്യങ്ങള്, സോ ഞാൻ ഇങ്ങനത്തെ ഒരു ജേർണിയിൽ പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ എന്റെ ലൈഫിൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ലൈഫ് ജേർണിയിൽ എസ്പെഷ്യലി ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. സ്ട്രഗിൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു ജേർണി ഉണ്ടല്ലോ, അതായത് നിങ്ങളും നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാനിയനും കൂടി ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഹൈ പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹയർ സെൽഫ്, ഉന്നതിയിലേക്കാണ് പോകുന്നത്. സാക്രൽ എനർജി. സോ ചില ആളുകൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, റീഫ്രഷ് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എൻഡ് ആക്കേണ്ടത് ഒക്കെ നിങ്ങളുടെ ഒരു സാക്രൽ എനർജിയാണ്. സാക്രൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്ഷൽ എനർജി. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു നിങ്ങൾ എങ്ങനത്തെ ആളുകളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനത്തെ ആളുകളുമായിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഡസന്റ് മാറ്റർ നിങ്ങൾക്ക് എത്രമാത്രം ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, അഡിക്ഷൻസ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതല്ല. നിങ്ങളെ കൂടാതെ ആ വ്യക്തിയുടെ സെക്ഷൽ ഹാബിറ്റ്സ്, നിങ്ങളുടെ സെക്ഷൽ ഹാബിറ്റ്, ആ വ്യക്തി ആരുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആരുമായിട്ടാണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആയിട്ടാണെന്നുണ്ടെങ്കിലും, ആ ഒരു റിലേഷൻഷിപ്പ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹെൽപ്പ് യുവർ സെൽഫ്. ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾക്ക് ഒന്നുകിൽ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷൻ ആണ്. സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഇഫ് യു ഗൈസ് ആർ നോട്ട് ഹാപ്പി,
സോ അത് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ലൈഫ് പാർട്ട്ണർ എടുത്ത് മാറ്റാം എന്നുള്ളതല്ല, നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് വരണം, മാറ്റണം, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കണക്ട് ചെയ്യണം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലാതെ നിങ്ങൾ വളരെ സഫോക്കേറ്റഡ് ആയിട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ സഫോക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങളെ ഷെയർ ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ആരുമായിട്ടാണോ, നിങ്ങൾ മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻ ആയിരിക്കാം. സോ പ്രോബബ്ലി ഇറ്റ്സ് ലൈക്ക് നമ്മള് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. സോ അവിടെ എത്ര ആളുകൾ ഉണ്ടാവും, ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളായിട്ട് കോണ്ടാക്ട് ആവേണ്ട കാര്യമില്ല. സോ മേ ബി ലൈക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി വേറെ ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടാളുകളുടെ എനർജി കൂടിയാണ് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് മതി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കാൻ, നിങ്ങൾ മെന്റലി ഫിസിക്കലി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആക്കാൻ ആ ഒരു കാര്യം മതി. സോ ചില വാതിലുകൾ നിങ്ങൾ അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടുള്ള വാതിലുകൾ നിങ്ങളായിട്ട് അടച്ചു വെച്ചിട്ടുള്ളതായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി അടഞ്ഞിട്ടുള്ള വാതിലുകളിലേക്ക് വീണ്ടും പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ കാണിക്കരുത്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഇഫ് യു തിങ്ക് ലൈക്ക് യു ബോണ്ട് ടു ഇൻസ്പയർ ദ വേൾഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അറിയപ്പെടണം, നിങ്ങളുടെ ചാലഞ്ച് നിങ്ങൾ ഓവർകം ചെയ്യണം, നിങ്ങളുടെ സർവീസ്, നിങ്ങൾ ഒരു സ്ട്രഗിളിൽ പോകേണ്ട ആളുകളല്ല, ആ ഒരു സ്ട്രഗിളിന് പുറത്തേക്ക് വരണം. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനും നിങ്ങൾ വരും. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് നിങ്ങൾ കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള സെൽഫ് ടോക്ക് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാം. ഹെൽപ്പ് യുവർ സെൽഫ്, എസ്പെഷ്യലി നിങ്ങൾ 40+ ആയിട്ടുള്ള ആളുകളൊക്കെയാണ്, 40, 45, 50+ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു ഗൈസ് റിയലി ഗോണ ഇൻസ്പയർ ദ വേൾഡ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.